Hey guys, welcome back to the 12th episode of a WhatsApp marketing series. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു എങ്ങനെയൊക്കെ നമുക്ക് ക്രോസ് സെല്ലിംഗ് കോപ്പി റൈറ്റിംഗ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് സംസാരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് ചാറ്റ് ബോട്ട്സ് ഫോർ യുവർ ബിസിനസ്. ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് ചാറ്റ് ബോട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വാട്സാപ്പ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മുടെ ബ്രാൻഡിൽ വന്നിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാനുവലി ഇരുന്നിട്ട് അവർക്ക് ടെക്സ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ടയറിങ് ജോബ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേറ്റ് ചെയ്യുക. ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ചാൻസസ്, അവർ മെസ്സേജ് അയക്കാനുള്ള ചാൻസസ് ഉള്ള കീവേഡ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് അവർക്കായിട്ട് സെപ്പറേറ്റ് മെസ്സേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, ഓട്ടോമേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ക്വയറീസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവിടെ ട്രിഗർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കസ്റ്റമർ ജേണി, ആ ഒരു കസ്റ്റമർ റിട്ടൻഷൻ, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. റിട്ടൻഷൻ. ഒരു കസ്റ്റമർ വന്ന് കഴിഞ്ഞിട്ട് അവർ വീണ്ടും നമ്മുടെ ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ കസ്റ്റമർ സർവീസ് ഷുഡ് ബി ടോപ്പ് നോച്ച്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് എൻ്റെ ബ്രാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെരി ബാഡ് തിങ്. ഓക്കെ, അപ്പോൾ മാനുവലി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ക്ലിക്ക് ടു ചാറ്റ് വാട്സാപ്പ് ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് എത്തും. സോ അപ്പോൾ അവർക്കൊക്കെ മാനുവലി ഇരുന്ന് സെയിൽസ് പേഴ്സൺ ടെക്സ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടയറിങ് ജോബ്. അപ്പോൾ അവിടെയാണ് നമുക്ക് വാട്ടിയിൽ, നമ്മൾ ഇതിന് മുന്നേ വാട്ടിയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ചാറ്റ് ബോട്ട് സെറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 1000 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ അത്രയും കസ്റ്റമേഴ്സിന് നമ്മൾ ഓട്ടോമേറ്റഡ് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് മെസ്സേജസ് അവർക്ക് ട്രിഗർ ചെയ്യുന്ന കോലത്തിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. സോ ദാറ്റ്സ് ഹെൽപ്പ് ദം ഫൈൻഡ് ദെയർ പ്രോബ്ലംസ് ബൈ ദംസെൽവ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ അവർ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനുള്ളൊരു റിപ്ലൈ, അതിൻ്റെ ഒരു ആൻസർ, അതിൻ്റെ ആ ഒരു ക്വയറിക്കുള്ള ആൻസർ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ട്രിഗർ ആയി കഴിഞ്ഞാൽ there need not to be any sales person need to reply them manually. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഓട്ടോമേറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ടി പ്രോബ്ലം എന്താണോ അത് ഓട്ടോമേറ്റഡ് ചാറ്റ് ബോട്ട് തന്നെ കൊടുക്കും 24 hours. അത് നമുക്ക് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ there will be a time, അവരുടെ ജോബിൻ്റെ ഒരു ടൈം ഉണ്ടായിരിക്കും. സപ്പോസ് 9 to 5 ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള മെസ്സേജസ് ഒക്കെ പിറ്റേ ദിവസം 9 ആവും, ചിലപ്പോൾ അവർക്ക് റിപ്ലൈസ് പോവാം. പക്ഷെ ചാറ്റ് ബോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്രക്കും ലെവറേജ് ആണ് ഈ ഒരു ബിസിനസ്സിൽ ലഭിക്കുക. ലൈക്ക് ഇറ്റ് വിൽ ബി എ 24/7, ഒരു വീക്കിലി 24 മണിക്കൂറും ഓട്ടോമാറ്റഡ് ആയിട്ട് ഏതൊരു സമയത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ട ക്വയറി അവർക്ക് അപ്പോൾ തന്നെ സോൾവ് ആയി കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അതാണ് ചാറ്റ് ബോട്ട്സ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാവുന്നതും എങ്ങനെയാണ് അത് ഉപകാരപ്പെടുക എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.